മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പി ദിവ്യയെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു പി ദിവ്യ. അങ്ങനെ സതുദ്ദേശത്തിന് മാർക്കറ്റ് ഇല്ലാതായി. ഇലക്ഷനോടനുബന്ധിച്ചുള്ള തഴയലിൽ പാവപ്പെട്ട സതുദ്ദേശിയും പെട്ടു. എക്സ് മേയറെ തഴഞ്ഞപ്പോഴേ തയ്പ്പിച്ച് വെച്ചതാണ് സതുദ്ദേശിക്കുള്ളത്. പക്ഷെ ഇത്ര പെട്ടെന്നാവുമെന്ന് വിചാരിച്ചില്ല, ഇത്രയും പബ്ലിക്കായിട്ട്. ഇനിയിപ്പോൾ സതുദ്ദേശിയുടെ അങ്ങോട്ടുള്ള ആവശ്യപ്രകാരമാണ് ഈ നടപടിയിലേക്ക് പോയത് എന്നുള്ള ഒറ്റ ക്യാപ്സ്യൂളെ ഓടുള്ളൂ. കണ്ണൂർ ഏരിയമായിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയാക്കപ്പെട്ടതിനെ തുടർന്നാണ് പി ദിവ്യക്കെതിരെ പാർട്ടി നടപടി തുടങ്ങിയത്. അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ ഈ പാർട്ടിയിൽ ആരും കാണത്തില്ല. കൊല്ലുന്നതും കൊലയ്ക്ക് കൊടുക്കുന്നതൊക്കെ ആദ്യമായിട്ടാണല്ലോ. അല്ല, സതുദ്ദേശി എന്നുള്ള നിലയിൽ ഒരു പ്രശ്നവും നമുക്കില്ല. ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും തയ്പ്പിച്ച് വെച്ചിരിക്കുന്ന ബ്ലൗസും പുതിയ സാരിയൊക്കെ ചിലവാക്കുന്ന കാര്യമല്ലേ. ഇപ്പം ടൂറ് പിടിച്ചിട്ടുണ്ട് ഒരു ഗ്രൂപ്പ് ആളുകളുമായിട്ട്. എവിടൊക്കെ കറങ്ങാവോ അവിടെയൊക്കെ കറങ്ങുക. കാരണം സതുദ്ദേശി മുൻകൂട്ടി ഇതൊക്കെ കണ്ടതാണ്. പൂർണ്ണ വിശ്രമം പാർട്ടി അനുവദിച്ചു തരുന്ന ഒരു സാഹചര്യം ഉടനെ വരും. അതുകൊണ്ട് തന്നെ ടൂറിന് പോക്കൊക്കെ നേരത്തെ തുടങ്ങി. അവള് തന്നെ സംസാരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞായിരുന്നു. എനിക്ക് വിഷമമൊന്നുമില്ല. എനിക്ക് കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കേരളത്തിൻ്റെയും അയൽ സംസ്ഥാനങ്ങളുടെയൊക്കെ ഭരണ ചുമതല സതുദ്ദേശിയെ ഏൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെയൊക്കെ തിരക്കുകൾക്കിടയിൽ ഇത്തരം വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ സമയം കിട്ടത്തില്ല. സമയക്കുറവ് കൊണ്ടാണ് ഇനിയും കിടക്കുന്നു 1,00,000-ലധികം ഫയലുകൾ ഒപ്പിട്ട് മാറ്റി വയ്ക്കാൻ. അത്രയും തിരക്കിനിടയിൽ അത് വേണ്ടാന്ന് അങ്ങോട്ട് പറഞ്ഞതാ. എന്നാലും ചുവപ്പിൽ വെള്ള ബോർഡറുള്ള ആ സാരി പാർട്ടി പരിപാടിക്ക് വേണ്ടി ഉടുക്കാൻ വേണ്ടിയേ മാറ്റി വെച്ചതാ. ഇനിയിപ്പം അടുത്ത കാശ്മീർ വല്ലതും ടൂർ പോകുമ്പോൾ ഉടുക്കുക, പഹൽഗാമിൻ്റെ ഓർമ്മയ്ക്ക്. ഒഴിവാക്കണം എന്നുള്ള ആഗ്രഹം അവൾ പ്രകടിപ്പിച്ചത്. ശരിയാ, പ്രകടിപ്പിച്ചായിരുന്നു. ഒരു 6-7 ദിവസത്തിന് മുമ്പ് പ്രകടിപ്പിച്ചതാ. കുറേയേറെ ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇവിടെ നിനക്ക് വരാം. ടൂറിന്റെ തിരക്കും പിന്നെ ഞാൻ പറഞ്ഞില്ലേ അന്യ സംസ്ഥാനങ്ങളുടെയൊക്കെ ഭരണ ചുമതലകളുടെ തിരക്കുകളും ഒക്കെ ഒന്ന് ഒഴിഞ്ഞു കഴിയുമ്പോൾ സമയം കിട്ടുന്നത് പോലെ വരാം. വന്ന് പ്രവർത്തിച്ചിട്ടും സതുദ്ദേശം കാണിച്ചിട്ട് പിന്നെയും തിരിച്ചു പോകാം. വിശ്രമം ആവശ്യമല്ലേ. ഇത്രയും നാള് ജനങ്ങൾക്ക് സതുദ്ദേശപരമായിട്ടുള്ള സേവനങ്ങൾ കൊടുത്ത് ക്ഷീണിച്ചത് കൊണ്ട് ഇനി ഒരു വിശ്രമവേള, ഒരു ബ്രേക്ക് അനിവാര്യമാണെന്ന് വിചാരിച്ച് അന്ന് 5-6 ദിവസം മുമ്പ് ശ്രീമതി ടീച്ചറിൻ്റെ അടുത്ത് പ്രകടിപ്പിച്ചായിരുന്നു. അടുത്ത ഇലക്ഷന് മുഖം മിനുക്കാനുള്ള പൊടിക്കൈകളൊക്കെ പയറ്റുക. ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ നിസ്സാര ഒരു അഹങ്കാരം കാണിച്ചതിന് പാവപ്പെട്ട സതുദ്ദേശിയെയും നിസ്സാര ഒരു അഹങ്കാരം കാണിച്ചതിന് പാവപ്പെട്ട എക്സ് മേയറൂട്ടിയൊക്കെ ഇങ്ങനെ പാർട്ടി തഴയുന്നത് കഷ്ടമാണ് കേട്ടോ. ഇനിയും ഒട്ടും അഹങ്കാരവും ധാർഷ്ട്യവും ഇല്ലാത്ത മുഖ്യ സഖാവ് മുതൽ അഹങ്കാരവും വിവരവും ലെവലേശം തൊട്ട് തീണ്ടാത്ത ജയിക്കും ആർഷോയും വരെയുള്ള ആളുകളെ പാർട്ടി തുടർന്നും തഴയാതിരിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. ഇലക്ഷൻ പ്രമാണിച്ച് അമ്മായിയച്ഛനും മരുമോനും ഉൾപ്പെടെ സകലരും ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് സതുദ്ദേശവും സാരിത്തുമ്പോൾ ഒന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങോട്ട് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് കേൾക്കുക എന്നുള്ളതാണ് പ്രധാനം. ഈ കാര്യമൊക്കെയാ അണ്ണാ ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് കേട്ടോ. ഒന്നും ഇങ്ങോട്ട് പറയണ്ട, കേൾക്കുക എന്നുള്ളതാണ് പ്രധാനം. അനുസരിക്കുക, അല്ലെങ്കിൽ അറിയാലോ. എല്ലാ സഖാക്കളും വീടുകളിലേക്ക് പോയി ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അണ്ണ എൻ്റെ വീട്ടിലോട്ട് എന്നാ അണ്ണ വരുന്നത്? കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതൊക്കെ കേട്ട് അതുപോലെ എഴുതിയെടുത്ത് അതിലൊരു തീരുമാനം ഉണ്ടാക്കണേ. വരുമോ? പാർട്ടി എന്നുള്ള നിലയിൽ എല്ലാ വീടുകളിലും ദൈനംദിന ബന്ധം വെക്കാറുണ്ട്. ദൈനംദിന ബന്ധം വെച്ചാലല്ലേ പൊതിച്ചോറ് കെട്ടി ആശുപത്രികളിൽ കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ ദൈനംദിന ബന്ധം അതുപോലെ കാത്തു സൂക്ഷിക്കണം. പിന്നെ ഈ സെലക്റ്റഡ് വീടുകളിൽ മാത്രം സ്ക്രിപ്റ്റ് പ്രകാരം കയറി അത് വീഡിയോ ആക്കി പ്രചരിപ്പിക്കുന്ന ഇങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾ കാണിക്കുന്ന പോലെ ഒരുമാതിരി ലോക്കൽ പരിപാടിയൊന്നും തരംതാണ പരിപാടിയൊന്നും നമ്മൾ കാണിക്കത്തില്ലല്ലോ അല്ലേ? കാണിക്കത്തില്ലെന്നറിയാം, എന്നാലും പറയുക. CPIM എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിൻ്റെ ധൈര്യമാണ്. അടുത്ത് നിൽക്കുന്ന അണ്ണൻ്റെ എക്സ്പ്രഷൻ കണ്ടോ? CPIM എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിൻ്റെ ധൈര്യമാണ്. ഏതെങ്കിലും പ്രദേശങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ അവിടുത്തെ CPM-നെ ഒന്നുകൂടി ശക്തിപ്പെടുത്തിയാൽ മതി കേട്ടോ. അപ്പം ധൈര്യം കൂടും. സ്വന്തം താല്പര്യങ്ങൾ മാറ്റി നിർത്തി ഓടി ഇടപെടുകയും ചെയ്യുന്ന സഖാക്കളുടെ പ്രസ്ഥാനമാണ് CPIM. അതുകൊണ്ട് തന്നെ ആരും വികാരഭരിതരാകരുതേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ, ഇത് ഇലക്ഷൻ പ്രമാണിച്ചുള്ള പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പ്രസംഗമല്ല. ഒരു ദുഃഖം വന്നാൽ, ഒരു സന്തോഷം വന്നാൽ ഒക്കെ തന്നെ ആദ്യം അറിയിക്കുകയും. ഇതൊക്കെയാണ് സത്യം. നാട്ടിലൊരാവശ്യം വരട്ടെ, ഒരു മരണം വരട്ടെ, ഒരു കല്യാണം വരട്ടെ,
ഒരു പിറന്നാൾ വരട്ടെ, അവിടെ ആദ്യം ഓടിയെത്തുന്നത് ആരുവാ? നാട്ടിലൊരു വെട്ടുണ്ടാവട്ടെ, കുത്തുണ്ടാകട്ടെ, കൊല നടക്കട്ടെ, അതിലാദ്യം പ്രതിയാകുന്നത് ആരുവാ? എല്ലാം പോട്ടെ, വയനാട് അത്രയും വലിയൊരു ഉരുൾപൊട്ടലുണ്ടായി. ആദ്യം എല്ലാം മുക്കിയതല്ല, ആദ്യം മുഖ്യ നേതൃത്വം കൊടുത്ത് എല്ലാം നടത്തിയത് ആരാ? ഇനി ഇവിടെ തുണിമണി വേണ്ട, കഴിക്കാൻ ആഹാരം വേണ്ട, മരുന്ന് വേണ്ട, സാനിറ്ററി പാഡ് വേണ്ട, പിള്ളേർക്കുള്ള പാമ്പേഴ്സ് വേണ്ട, ഇനി വേണ്ടത് ദുട്ടാണ് എന്ന് അത്രയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പോലും ലൈവായിട്ട് വാർത്താ സമ്മേളനം നടത്തി ജനങ്ങളോട് ഒരു എളുപ്പമില്ലാതെ ആവശ്യപ്പെട്ടതാരാ? മരിച്ചു കിടക്കുന്ന ഓരോ മനുഷ്യർക്കും അന്തസ്സുണ്ടെന്ന് മനസ്സിലാക്കി 75-80 ലക്ഷം രൂപ ഒരു മടിയും ഇല്ലാതെ മുടക്കി ഒരു കുഴിക്ക് വേണ്ടി. ആരത് ചെയ്യും? അപ്പോൾ ഓടി നടന്ന് മനുഷ്യനെ ഊഞ്ഞാലാട്ടാൻ ഇത്രയും പ്രാപ്തിയുള്ള പ്രസ്ഥാനം വേറെ ഇല്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിൽ തൊട്ട് പറയുന്ന വാക്കുകളാണ്. CPIM എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഓരോ പ്രദേശത്തിൻ്റെയും ധൈര്യമാണ്. കേരളത്തിലെ ഓരോ പ്രദേശത്തിൻ്റെയും ധൈര്യത്തിൻ്റെ പേരാണ് CPIM. ആവർത്തിക്കണ്ടെണ്ണ, പറഞ്ഞു മനുഷ്യരുടെ മനസ്സിലത് തറച്ചു കയറി കഴിഞ്ഞാലേ പിന്നെ കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളുടെയും പേരൊരുപോലെ ആയിപ്പോവും. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പേരിട്ട് കളയും. അത്രയും ആഴത്തിലാഴ്ന്നിറങ്ങുന്ന നിങ്ങളുടെ വാക്കുകൾ. ഒരു ആവശ്യം വന്നാൽ ആവശ്യത്തിന് ഉദ്ദേശിച്ചതുപോലെ ഉള്ള ഒരു സഹായം പറഞ്ഞിട്ടും ലഭിക്കാതെ പോകുന്ന പ്രശ്നമുണ്ടോ? ഇത് പറഞ്ഞപ്പോഴാ നവകൊള്ള സദസ്സ് നടത്തിയിട്ട് ആർക്ക് എന്തോ നേട്ടം ഇവരുണ്ടാക്കിയെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ശത്രുക്കളും ചോദിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഒരു ലോൺ, ലക്ഷങ്ങളുടെ ലോൺ എഴുതിത്തള്ളാൻ ഒരാൾ അപേക്ഷ കൊടുത്തപ്പോൾ രൂപ 500 എഴുതി തള്ളിയവരാ. 500 രൂപ അതിൽ നിന്ന് കുറവ് വരുത്തി കൊടുത്തു. അങ്ങനെ ഓരോരുത്തർക്കും അവരപേക്ഷിച്ച അപേക്ഷകൾക്ക് അനുസൃതമായി അവരുടെ ആവശ്യങ്ങൾക്കും അവരുടെ അവസ്ഥകൾക്കും യോജിക്കുന്ന വിധത്തിലുള്ള മനുഷ്യത്വപരമായ ഇടപെടൽ നടത്തിയത് ഈ ഒരൊറ്റ പ്രസ്ഥാനമാണ്. ആ ഓർമ്മകളെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആ ഓർമ്മകളെ അയവിറക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രസംഗങ്ങളും വാർത്താ സമ്മേളനങ്ങളും അത് വലിയ രീതിയിൽ മനുഷ്യർക്കിടയിൽ സ്വാധീനം ചെലുത്തും. ഇലക്ഷനിൽ ഇതിൻ്റെയൊക്കെ പ്രതിഫലനം കൃത്യമായിട്ടുള്ള രീതിയിൽ ഉണ്ടാകും എന്ന് നിങ്ങൾക്കൊപ്പം ഞങ്ങളും പ്രതീക്ഷിക്കുന്നു.